ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നതിനായി പ്രവർത്തിക്കുന്നത് നിരവധി ജിഹാദി സംഘടനകൾ. മതം മാറ്റുന്നതിനായി ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നുണ്ട്. അമുസ്ലിങ്ങളായ ആൺകുട്ടികളെയും മതം മാറ്റുന്നുണ്ട്. അനുഭവ കഥകൾ തുറന്നു പറയുകയാണ് സാമൂഹിക പ്രവർത്തകയും സിനിമ സീരിയൽ പ്രൊഡ്യൂസറുമായ ലൂസിയമ്മ. വിവരങ്ങൾ നൽകാൻ അനഘ ഹർഷൻ ഒപ്പം ചേരും. അനഘ, എന്താണ് ലൂസിയമ്മ പറയുന്നത്? കൃഷ്ണരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലവ് ജിഹാദ് ഉണ്ട്, അതിനുവേണ്ടി ഒരു പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ രംഗത്ത്. അതേപോലെ സാമൂഹിക രംഗത്തും സിനിമ സീരിയൽ പ്രൊഡ്യൂസറുമായിട്ടുള്ള ലൂസിയാമ്മ. അവർ പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർക്ക് അവരുടെ അനുഭവ കഥയാണ് നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടികളെ മാത്രമല്ല അമുസ്ലിങ്ങളായിട്ടുള്ള ആൺകുട്ടികളെയും ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വ്യക്തികളുടെ പേര് വിവരങ്ങൾ പറയാൻ തയ്യാറല്ല. കാരണം ഇവർക്കാർക്കും തന്നെ ഇത്തരത്തിൽ മതപരിവർത്തനത്തിനിരയായ ആർക്കും തന്നെ പ്രായപൂർത്തി ആയിട്ടില്ല. അങ്ങനെ ഈ കോഴിക്കോട് തന്നെയുള്ള ഒരു 18 വയസ്സുകാരൻ സുഹൃത്ത്, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു സുഹൃത്ത് ഇയാളെ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുക ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ഈ വീട്ടുകാർ ചെന്ന് മുറി പരിശോധിച്ച സമയത്ത് നിസ്കരിക്കുന്നതാണ് കണ്ടതെന്നാണ് ലൂസിയാമ്മ പറയുന്നത്. അതിനുശേഷം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നേരെ ഈ ലൂസിയാമ്മയെ സമീപിച്ചു. അതിനുശേഷം ചിദാനന്ദപുരി സ്വാമികളെ സമീപിക്കുകയും അവിടെ വെച്ച് തിരിച്ച് മതപരിവർത്തനത്തിൽ നിന്ന് ആ കുട്ടിയെ മോചിപ്പിക്കുകയും ചെയ്തു എന്ന കഥയാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ഈ സംഘം വലയിലാക്കുന്നത് ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇവരുമായി സൗഹൃദം നടിക്കുന്നു. അതിനുശേഷം ഇവരുടെ ഫോട്ടോയും വീഡിയോയും ഇവരറിയാതെ തന്നെ എടുക്കുന്നു. പിന്നീട് മതം മാറിയില്ലെങ്കിൽ ഇത്തരത്തിൽ ഇവർ തിരഞ്ഞെടുക്കുന്ന കുട്ടികളൊക്കെ തന്നെ വിവാഹപ്രായമാവാത്തവരാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ മറ്റൊന്നുമല്ല ഇവരുടെ ലക്ഷ്യം. ഇത്തരത്തിൽ നഗ്ന വീഡിയോയും നഗ്ന ഫോട്ടോയും ഒക്കെ കാണിച്ചുകൊണ്ട് ഇവരെ മതം മാറ്റുക, അതായത് തട്ടമിടാത്തവരോട് തട്ടമിടാനും പൊട്ട് മായ്ക്കാനുമാണ് ഇവർ പറയുന്നത്. ഇത് ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലൊക്കെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഇത് പലപ്പോഴും മാധ്യമങ്ങൾ അറിഞ്ഞാൽ പോലും പല മാധ്യമങ്ങൾ ഇത് പുറത്തേക്ക് എത്തിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി ലൂസിയാമ്മ പറയുന്നുണ്ട്. അങ്ങനെ നിരവധി അനുഭവ കഥകളാണ്. ഇതൊക്കെ തന്നെ കൃത്യമായി ഇവരുടെ കയ്യിൽ തെളിവുകളുണ്ട്. ഇവർ ഓഡിയോ ക്ലിപ്പ് അടക്കം ഇവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇവർ പറയുന്നത് കൃത്യമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ലവ് ജിഹാദ് ഉണ്ട്. അതിനുവേണ്ടി വിവിധ തരം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു അജണ്ടയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം അമുസ്ലിങ്ങളായ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കണ്ടെത്തുക, അതിനുശേഷം അവരുമായി സൗഹൃദം നടിക്കുക, പിന്നീട് മതം മാറാൻ ഇവരെ നിർബന്ധിക്കുക. നിങ്ങൾ കല്ലിനെ ആരാധിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധന രീതി ശരിയല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇൻജക്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മതം മാറ്റാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഈ ലൂസിയാമ്മ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 5-ലധികം അനുഭവങ്ങൾ ഒരു വർഷത്തിനിടെ തന്നെ ഇവർക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് പുറത്തു വന്ന കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ നമ്മൾ അറിയാതെ പോകുന്ന നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പറയുന്നത് ഈ കേരള സമൂഹത്തിൽ ഇങ്ങനെയൊരു ലവ് ജിഹാദ് മതപരിവർത്തനം നടക്കുന്നത് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഒളിഞ്ഞും തെളിഞ്ഞും അനഘയിലേക്ക് വരാം. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നതിനായി പ്രവർത്തിക്കുന്നത് നിരവധി ജിഹാദി സംഘടനകളാണ്. മതം മാറ്റുന്നതിനായി ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നുണ്ട്. അമുസ്ലിങ്ങളായ ആൺകുട്ടികളെയും മതം മാറ്റുന്നുണ്ട്. അങ്ങനെ അനുഭവ കഥകൾ തുറന്നു പറയുകയാണ് ജനം ടിവിയോട് സാമൂഹിക പ്രവർത്തകയും സിനിമ സീരിയൽ പ്രൊഡ്യൂസറുമായ ലൂസിയമ്മ. ആ പ്രതികരണം കേട്ട ശേഷം വീണ്ടും അനഘയിലേക്ക് വരാം. ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും മതം മാറ്റ കേന്ദ്രത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. അല്ലെങ്കിൽ 19 വയസ്സുള്ള അവന് അത് കല്യാണം നിയമപരമായിട്ട് അത് നിലനിൽക്കില്ല എന്ന് അറിയാവുന്ന ആണല്ലോ ഇന്നത്തെ കുട്ടികളൊക്കെ. പെൺകുട്ടിക്കത് മതി, ആൺകുട്ടിക്ക് 19 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇവളെ കൊണ്ടുപോയി സത്യസരണിയിലോ മുഖതാറിലോ അല്ലെങ്കിൽ പൊന്നാനിയിലോ എത്തിച്ചു കൊടുക്കുക, അതാർക്കോ വേണ്ടി ഇവൻ ചെയ്യുന്ന പണിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തരുടെ ശരിക്കുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് പഠിക്കും. അതെ, ആ ഇൻട്രസ്റ്റിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ക്ലാസ്സിൽ കൂടെയുള്ള കുട്ടികളാണെങ്കിൽ പഠന കാര്യങ്ങളിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ അവർക്ക് എന്താണ് ഇഷ്ടം ആ രീതിയിൽ ഇവർ ആക്ട് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ പയ്യൻ്റെ കേസിൽ അവന് സിനിമയോടായിരുന്നു താല്പര്യം. എന്നിട്ട് ഇവനോട് പറഞ്ഞ് നിന്നെ ഒരു ടെലിഫിലിമിൽ അഭിനയിപ്പിക്കാം, അവിടെ ഒരു ടെലിഫിലിമിൻ്റെ ഇത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ പയ്യനെ കൊണ്ടുപോയി. തിരിച്ച് വന്നപ്പോൾ തൊട്ട് ഈ പയ്യന് വല്ലാത്ത ചേഞ്ച് വീട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പയ്യൻ
കഥ അടച്ചിട്ട് കയറിയിരിക്കുന്നത് കണ്ടിട്ട് ഇവർ നോക്കുമ്പോൾ പയ്യൻ നിസ്കരിക്കുന്നു. മാർക്സിസ്റ്റ് കുടുംബമാണ്. അവിടുത്തെ ഒരു BJP നേതാവിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം അലിയേട്ടനെ വിളിച്ചു. സാറേ, ഞങ്ങൾ അങ്ങോട്ടൊന്ന് കൊണ്ടുവരട്ടെ, സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചു. എൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്, അത് വെച്ചിട്ട് പറയാം. പക്ഷെ അതല്ല, അതിനേക്കാൾ നല്ലത് ചിദാനന്ദപുരി സ്വാമിജിയാണ്. നിങ്ങൾ സ്വാമിജിയുടെ അടുത്തേക്ക് മോനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. വീണ്ടും അനഘയിലേക്ക്. അനഘ, ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ തിരിച്ചറിയും, അതിനനുസരിച്ച് അവരെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം നടത്തും. അതായത് കൃത്യമായ ആസൂത്രണത്തോടെ സമീപിക്കുന്നു ജിഹാദികൾ, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അതായത് ഓരോ വിഭാഗത്തിനിടയിലേക്കും ഇവർ എത്തിച്ചേരുകയും അവിടെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും ആ വീക്ക്നെസ്സിൽ മുതലെടുത്തുകൊണ്ട് അത് തങ്ങൾ നടത്തിത്തരാം, അല്ലെങ്കിൽ സിനിമയിലാണ് ഇൻട്രസ്റ്റ് ഉള്ളതെങ്കിൽ അവരോട് ഇതിൽ നിങ്ങളെ ഞങ്ങൾ സിനിമയിൽ അഭിനയിപ്പിക്കാം, അല്ലെങ്കിൽ ധനസഹായം നൽകാം എന്നതടക്കമുള്ള പ്രലോഭനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഇത്തരത്തിൽ മതം മാറ്റാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഒരു വലിയ വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. അതായത് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ കേരള സ്റ്റോറിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സിനിമ ഇവിടെ വന്നപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനവും അതുപോലെ തന്നെ ആ സിനിമയെ എതിർക്കാനുള്ള ഒരു വലിയ വിഭാഗത്തിന്റെ തത്രപ്പാടും ഒക്കെ അതിനുള്ളയൊക്കെ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന യഥാർത്ഥ കാര്യം തുറന്നു കാട്ടിയത് കൊണ്ട് മാത്രമാണ്. ഇത്തരത്തിൽ ലൂസിയാമ്മയെ പോലെ നിരവധി ആളുകൾക്ക് ഇത്തരം അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. ചിദാനന്ദപുരി സ്വാമികൾക്ക് ഇത്തരത്തിൽ നിരവധി ആളുകൾ സ്വാമിജിയെ സമീപിക്കാറുണ്ട്. മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് സ്വാമിജിക്ക് അടുത്ത് എത്താറുണ്ട്. അങ്ങനെ തിരഞ്ഞു പിടിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമുസ്ലിങ്ങളായിട്ടുള്ള ഹിന്ദു പെൺകുട്ടികളെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പെൺകുട്ടികളെയുമാണ് ഇവർ വലവീശി പിടിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ആദ്യം തന്നെ ഇവർ ഇത്തരത്തിൽ അവരുടെ മതത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഹിന്ദു മതത്തിനെ കുറിച്ചും ക്രിസ്ത്യൻ മതത്തിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആദ്യം ഇവർ ഇത്തരം കുട്ടികളെ സമീപിക്കുന്നത് നിങ്ങളുടെ മതം ശ്രേഷ്ഠമാണ്, നല്ല മതമാണ്, ഞങ്ങളുടെ മതത്തിൽ ഇന്ന പോരായ്മകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ ഇവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതിനുശേഷം ഇത്തരത്തിൽ തങ്ങളുടെ മതം അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് കൃത്യമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 ലവ് ജിഹാദ് സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഈ സംഭവം ഇങ്ങനെ നടന്നിട്ട് പോലും ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സഖാവ് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടണം. ഇത് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ലവ് ജിഹാദ് ഇല്ല എന്ന് ഇപ്പോഴും സമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കൂടി ലൂസിയാമ്മയുടെ വാക്കുകൾ കേൾക്കണം. സ്വന്തം അനുഭവ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. ലവ് ജിഹാദ് ഉണ്ട്. ആൺകുട്ടികളെ പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആൺകുട്ടികളെ പോലും ഇത്തരത്തിൽ മതം മാറ്റാനുള്ള ശ്രമം സമൂഹത്തിൽ തുടരുന്നുണ്ട് എന്നാണ് ലൂസിയാമ്മയുടെ അനുഭവ കഥകളിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 2, 3, 4 സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് ലവ് ജിഹാദ് വിഷയത്തിൽ 2, 3 വിഷയങ്ങൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പറയുന്നത് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായി തന്നെയാണ്. അപ്പോൾ ഈ ലൂസിയാമ്മ വിരൽ ചൂണ്ടുന്നത് ഇതിൻ്റെ ഏറ്റവും ഗൗരവമേറിയ ഒരു തലത്തിലേക്കല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അതായത് ഈ വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സരോവരത്ത് ഇത്തരത്തിലൊരു സംഭവം നടന്നിരുന്നു. അത് വലിയ വാർത്ത അന്നായിരുന്നു. അതായത് ഒരു 19 വയസ്സുള്ള പെൺകുട്ടി, അവൻ CA പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അതേ മുസ്ലിമായിട്ടുള്ള ഒരു ആൺകുട്ടി, ഈ ആൺകുട്ടി ഈ പെൺകുട്ടിയോട് പ്രണയം തുറന്നു പറയുന്നു. ഈ പെൺകുട്ടി അതിന് സമ്മതിക്കുന്നില്ല. അതിനുശേഷം ഈ പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നു. അതിനുശേഷമാണ് ഈ CA പഠിക്കുന്ന മുസ്ലിം ആയിട്ടുള്ള ആ യുവാവ് ഈ പെൺകുട്ടിയോട് പറയുന്നത്, നീ മതം മാറണം, തട്ടമിടണം, പൊട്ടു തുടരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടിയോട് പറയുന്നത്. ഈ പെൺകുട്ടിക്ക് ആ യുവാവിനുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, പ്രണയം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ പെൺകുട്ടി ഇത് കാര്യം രക്ഷിതാക്കളോട് പറയുന്നു. ഈ വിഷയം വലിയ ചർച്ചയാകുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ യുവാവിന് 100 ദിവസത്തിലധികം ഈ യുവാവ് റിമാൻഡിലാവുകയും ശിക്ഷ ലഭിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കോഴിക്കോട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്.
കാര്യമാണ്. അന്ന് മുതൽ തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്ന് മുതൽ തന്നെ ഇത്തരത്തിൽ മതം മാറ്റാനുള്ള ശ്രമം, മുസ്ലിം ആക്കാനുള്ള, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം ആക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പേറ്റ് നിലങ്ങളാക്കാനുള്ള ശ്രമം വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഇത്തരത്തിൽ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ അത് മൂടി വെക്കാനും വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആയതുകൊണ്ട് തന്നെ അവർ അത് മറച്ചു വെക്കാനുമുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ആ മറയൊക്കെ നീക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒന്നും രണ്ടും മൂന്നുമായി ഒരാഴ്ചക്കിടയിൽ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത്തരം അനുഭവ കഥകൾ തുറന്നു പറയാനുള്ള നിരവധി ആളുകൾ സമൂഹത്തിലുണ്ട്. അവരൊക്കെ തന്നെ ഇത്തരം അനുഭവ കഥകൾ പറയും. അങ്ങനെ എങ്കിൽ മാത്രമേ ലവ് ജിഹാദ് ഉണ്ട്. ഇത്തരത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ തിരഞ്ഞുപിടിച്ച് മുസ്ലിം ആക്കാൻ, മതം മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നതാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ മതം മാറിക്കഴിഞ്ഞ പെൺകുട്ടികളെ ഒരു തരത്തിലും ഇവർ വിവാഹം കഴിക്കില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി അവരെ മറ്റെന്തെങ്കിലും പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അവരുടെ ജീവിതം നശിപ്പിക്കുക ഹിന്ദു ക്രിസ്ത്യൻ തുടങ്ങിയ പെൺകുട്ടികളെ മതം മാറ്റുന്നതിനായി പ്രവർത്തിക്കുന്നതിന് പിന്നിൽ ജിഹാദി സംഘടനകൾ, അതൊന്നോ രണ്ടോ അല്ല, നിരവധി സംഘടനകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മതം മാറ്റാൻ ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുക്കും, അവരുടെ താല്പര്യങ്ങൾ അന്വേഷിച്ചറിയും, അവരോട് ചേർന്ന് നിൽക്കും, അവരെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് തോന്നിപ്പിക്കും. അമുസ്ലിങ്ങളായ ആൺകുട്ടികളെയും മതം മാറ്റുന്നുണ്ട്. അങ്ങനെ അനുഭവകഥകൾ തുറന്നു പറയുകയായിരുന്നു സാമൂഹിക പ്രവർത്തക ലൂസിയമ്മ. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ. വീണ്ടും ഇടവേള.